നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹി തലസ്ഥാനത്ത് ഭാരതത്തിന്റെ യുവത്വത്തിലെ കുറച്ചുപേരെ മുന്നിൽ നിർത്തി അരാഷ്ട്രീയവാദികൾ പ്രതിഷേധം എന്ന പേരിൽ രാജ്യത്തിനെതിരെ ലക്ഷ്യം വെച്ച് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രക്ഷോഭത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻജി രാജി സമർപ്പിച്ചിരുന്നു. ആ രാജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിന്റെ പുതിയ MLA ആയിട്ടുള്ള BJP നേതാവ് ശ്രീ V. മുരളീധരൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ തലക്കെട്ടിതാണ്: ഇവിടെ ജയിച്ചത് മോദിയും ധർമ്മേന്ദ്ര പ്രധാനുമാണ്. ഒരു യഥാർത്ഥ രാജ്യസ്നേഹിക്ക് ഇത് സാധിക്കൂ. ശ്രീ V. മുരളീധരൻ. എന്താണ് ഈ ഒരു തലക്കെട്ട് ഇത്രയും വൈറലാവാൻ, അല്ലെങ്കിൽ ആ പോസ്റ്റ് ഒരുപാട് മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ കാരണം അത് ഓരോ ഹിന്ദുവിന്റെയും ദേശസ്നേഹിയുടെയും ഹൃദയത്തിൽ സ്പർശിച്ചു എന്നത് തന്നെയാണ്. കാരണം ഇതാണ് ഭാരതീയ സംസ്കാരം, ഇതാണ് ഹൈന്ദവ സംസ്കാരം. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധർമ്മത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചത്, പദവിക്കല്ല. നമ്മുടെ ഹൈന്ദവ പൂജകളിൽ, യജ്ഞങ്ങളിൽ, ഹോമങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ ഒക്കെ പറയുന്ന ഒരു മന്ത്രമുണ്ട്: ഇതം ന മമ. ഇതെന്റേതല്ല. എന്താണ് എന്റേതല്ലാത്തത്? നമ്മൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും, നമ്മുടെ അറിവും കഴിവും എല്ലാം നമ്മൾ ഈ സമാജത്തിന് അല്ലെങ്കിൽ രാജ്യത്തിനാണ് സമർപ്പിക്കുന്നത്, ഈശ്വരനാണ് സമർപ്പിക്കുന്നത്. സമാജത്തിനും ഈശ്വരനുമുള്ള സമർപ്പണമായിട്ടാണ് ഓരോ രാഷ്ട്രസ്നേഹിയും അവരവരുടെ ധർമ്മം ചെയ്യുന്നത്. അവിടെ പദവിക്കൊരു പ്രാധാന്യവുമില്ല. കാരണം ഭാരതത്തിന്റെ സംസ്കാരം ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അന്യരാജ്യങ്ങളെയോ അന്യജനതയോ ആക്രമിച്ച ചരിത്രമല്ല. നമ്മുടെ ഒരു സ്മാരകവും അച്ഛനെ ജയിലിൽ അടച്ച് അച്ഛൻ നിർമ്മിച്ച കെട്ടിടം ഒരു ജനാലയിൽ കൂടി അച്ഛന് കാണുന്ന രീതിയിൽ കാണാൻ മാത്രം അനുവദിച്ച് രാജ്യം കയ്യേറിയ ചരിത്രമല്ല. പകരം ശ്രീരാമ ഭഗവാൻ എന്ന ജ്യേഷ്ഠനു വേണ്ടി അദ്ദേഹത്തിന്റെ പാദുകം സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് ജ്യേഷ്ഠനു വേണ്ടി രാജ്യം ഭരിക്കാൻ പർണശാല കെട്ടി രാജ്യത്തിന്റെ അതിർത്തിയിൽ താമസിച്ച ഭരതന്റെ ചരിത്രമാണ്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതം ന മമ. ആ ഇതം ന മമ, ഇതെന്റേതല്ല എന്നുള്ള രീതിയിൽ ആ പദവി ഉപേക്ഷിച്ച് അരാഷ്ട്രീയവാദികൾ രാജ്യത്തിന്റെ കുറച്ച് യുവജനതയെ ലക്ഷ്യം വെക്കുമ്പോൾ സ്വന്തം രാഷ്ട്രമാണ് പ്രധാനം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ പദവി ഒഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സനാതനധർമ്മത്തിന്റെയും ഭാരതീയ സംസ്കാരത്തിന്റെയും മഹത്വമാണ്. ഇന്ത്യ കണ്ടുപിടിക്കാൻ, അഥവാ ഭാരതം കണ്ടുപിടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കൊളംബസാണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഭാരതത്തെ, അത്രയും അതിസമ്പന്നമായിട്ടുള്ള ഭാരതത്തെ ആക്രമിക്കാനും കൊള്ളയടിക്കാനും അടക്കി ഭരിക്കാനുമാണ് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. ഭാരതത്തിൽ നിന്ന് ആരും തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ, നേടിയെടുക്കാൻ വേണ്ടി പോയിട്ടില്ല. ഉണ്ടായതുപോലും ഉപേക്ഷിച്ചിട്ട്, ഉള്ളതുപോലും ഉപേക്ഷിച്ചിട്ട് അറിവിലേക്ക് പോയിട്ടുള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് മോദി ആയാലും ശരി, ധർമ്മേന്ദ്ര പ്രധാൻജി ആയാലും ശരി, എല്ലാവരും ആ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നത്.